വിത്തോട്ടെന്ന് പറഞ്ഞേക്കാം അത് എനിക്കിട്ടാ. സമയം 10 മണി കഴിഞ്ഞു. അവൾ ഇവിടെ തന്നെയാണോ വരാന്ന് പറഞ്ഞത്? അയ്യേ, ഈ വിത്തോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു തരി മധുരമില്ല. ഇവിടെയൊക്കെ മധുരമില്ലാത്ത തന്നെയാണ് വിത്തോട്ട് എന്ന് പറയുന്നത്. അതെനിക്കറിയില്ല കേട്ടോ. മറ്റേ കൂറ സാധനം ഇന്ന് വേറെ ആരുടെ കൂടെയാണല്ലോ. ഇവനൊക്കെ പോയി ചത്തുടാ. ഏത് മരപ്പെട്ടിയാണ് അവളെ കെട്ടാൻ പോണത്? അവന്റെ ഒരു വിധി. എന്തിനാ വെറുതെ ആ കുട്ടിയെ പറ്റി അവാദമൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഒന്നും അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കാനുള്ള മനസ്സാ കുട്ടിക്ക് ദൈവം കൊടുത്തില്ലേ? അതൊക്കെ ഒരു ഭാഗ്യളിയാ. എനിക്ക് കിട്ടിയത് ഞാൻ പൊളിച്ചാന്. ദേളിയാ, ഇതാ അവളല്ലേ? നോക്കിയേ ശിവണ. മറ്റവളുടെ കൂടെ എങ്ങനെ നമ്മളെ കണ്ടാണ്ടല്ലോ. എന്നെ കണ്ടാ തോന്നുന്നു പട്ടാ പകല് പോലും നിന്റെ ഒരു മനുഷ്യൻ മനസ്സിലാവില്ല. പിന്നെ നീ എന്തിനാ പതുങ്ങുന്നത്? മലയാളത്തിൽ പറ. ഹലോ, അല്ല നിങ്ങളാരും ഇപ്പൊ ക്ഷേത്രത്തില് കാണാറില്ല? അത് ഇവന്റെ അമ്മൂമ്മ മരിച്ചിട്ട് പെല വന്നായിരുന്നേ, അതാ. വന്നിട്ടൊരു വാക്കിനോട് പറഞ്ഞില്ലടാ. എന്റെ ടീമിലാണ് അല്ല എന്താ ഇവിടെ? ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ വന്നാ. ഗേൾ ഫ്രണ്ട് ആണോ? പയ്യനാണത്. എനിവേസ്, ഇത്രയും കാലം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഷിബു, പ്രശസ്ത വീഡിയോഗ്രാഫറാണ്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു സിനിമയൊക്കെ ചെയ്യാൻ പോകുന്നു. അതല്ല, ഇതെന്റെ അസിസ്റ്റന്റ് ലൈറ്റ് ബോയ് ആണ്, പേര് ബാലു. പിന്നെ ഇതെന്റെ ഏറ്റവും അവസാനത്തെ ലൈറ്റ് ബോയ് ആണ്. വെറും ലൈറ്റ് ബോയ് അല്ല, പിന്നെ പ്രശസ്തനായ ലൈറ്റ് ബോയ്. കാരണം ഇല്ലാത്തപ്പോ വീഡിയോ ഒക്കെ ഞാനും ചെയ്യാറുണ്ട്. ഞാനില്ലാണ്ട് പിന്നെ ഇവൻ വർക്കിന് പോവാറുണ്ടല്ലോ അല്ലേ? അതെ. ഓ അതാണ്. പിന്നെ ഇവൻ ഞാൻ പറഞ്ഞു, മൈ നെയിം ഈസ് ബിജു ലൂക്കോസ്. ഞാനൊരു പാവം അച്ഛനാണ്. പക്ഷെ എല്ലാവരും കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അച്ഛനാണ്. ഞാനൊരു ലോഡ്ജൊക്കെ നടത്തുന്നു. അതിനകത്ത് ഇവരൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. വാടക ഒന്നും കറക്റ്റായിട്ട് തരാറില്ല. ഞാനതൊന്നും ചോദിക്കാറില്ല. പൂർ ബോയ്സ് ആയതുകൊണ്ട് ഞാനത് ചോദിക്കാറില്ല. അവരൊക്കെ തരാറുമില്ല. ബൈ ദ ബൈ, കുട്ടിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. എടി, എനിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. വണ്ടിക്ക് കൂലിക്ക് എന്തെങ്കിലും തന്നിട്ട് പോടി. കാര്യം കഴിഞ്ഞിട്ട് കാശ് തിരിച്ചു വയ്ക്കുന്ന പരിപാടി എന്റെ അടുത്ത് നടക്കില്ല കേട്ടോ. എല്ലാം പിടിച്ച് വാങ്ങിച്ചിട്ട് പിടി. എന്തൊക്കെയായിരുന്നു? ദേവിയാണ്, ദേവതയാണ്, കെട്ടിയില്ലെങ്കിൽ ചാവും, എന്നിട്ട് രണ്ടും കൂടി തമ്മിലടി. ഒരാള് കൊച്ചിന് പേരിടണം, ഷിബു. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. അവള് ദേവിയാ, സിന്ധു ദേവി. ശവത്തെ കുത്തലാടാ. വെറുതെ അല്ല പണ്ടുള്ളവര് പറയണത്, അഴകുള്ള ചക്കല് ചൊളയൊന്നും കാണൂലെന്ന്. അവളാ. ഹലോ. ശരി. ശരി ശരി ശരി. എന്താണ്? നാളെ വരൂന്ന്. ഞാനതല്ല ചിന്തിക്കുന്നത്. വർഗീസിന്റെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെ അകത്ത് കയറ്റുന്നില്ല. അണ്ണാ, എനിക്കൊരു ഐഡിയ. നമുക്കവിടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഓടി വിളിച്ചിറക്കിയാലോ? ഒന്ന് ഊതിയ പറക്കുന്ന ലോഡ്ജ. അവിടെ അവൻ ഹെലികോപ്റ്റർ ഇറക്കാൻ പോണത്. അവൻ പറഞ്ഞ ബെസ്റ്റ് പോയിന്റ് ആട്ടോ. ഇല്ലവൻ കേവി പ്രശ്നം. പിന്നെ ഹെലികോപ്റ്റർ ഒന്ന് എങ്ങനെയല്ല ഇളപ്പറയും. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ല്. ശിവണ്ണ, ഫുൾ റിസ്ക് ഞാനായിട്ടിടുന്നേ. പഞ്ചാബി തന്നെ പരിപ്പിളൊക്കെ വന്ന് പഞ്ചാബി. माफ कीजिए साहब, माफ कीजिए, माफ कीजिए साहब. ശരി, ഞാൻ വിളിക്കാം. വന്ന് കാണാത്തോണ്ട് ഒന്നും വിചാരിക്കരുത്. ഹേ, അങ്ങനെയൊന്നുമില്ല. അല്ല, കുടിക്കാൻ വല്ലതും പറയട്ടെ? ഒന്നും വേണ്ട. പിന്നെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ ഞങ്ങള് വന്നത് ഇത് തരാൻ വേണ്ടിട്ടാ. എന്താ ഇത്? കുറച്ച് കാശാ. പറഞ്ഞതിലും കൂടുതലുണ്ട്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
ഇതല്ല, ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്ത് സന്തോഷം? അല്ല, അന്ന് പോലീസ് സ്റ്റേഷനിൽ സിന്ധു ഞങ്ങളുടെ കൂടെ നിന്നില്ലായിരുന്നെങ്കിലേ ഇപ്പൊ നമ്മളൊക്കെ. ഓ അതാണോ? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, എനിക്കും കൂടെ വേണ്ടിയാ. പോലീസ് കേസൊക്കെ വലിയ തൊല്ലയാന്നേ. അയ്യോ അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ. പ്ലീസ് വാങ്ങണം. ഹേയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. അന്നത്തെ ആ സംഭവം നടന്നതിന് ശേഷം ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ അന്നത്തോടെ ആ തൊഴിലങ്ങിയെ നിർത്തി. നിർത്തിയോ? ഇങ്ങനെ ആ സംഭവം നടന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ദേഷ്യവും വെറുപ്പും വിഷമം ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എനിക്ക് ചെറിയ ചെറിയ സങ്കടങ്ങളുണ്ടായെങ്കിലും ഞാൻ കാരണം ഒരാളുടെ ലൈഫ് നന്നായിട്ട് മാറിയില്ലേ. സന്തോഷമുണ്ട് കുട്ടി. എൻ്റെ ആ സന്തോഷം ദേ ഈ പൈസയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി ഈ പൈസ വാങ്ങിക്കണം പ്ലീസ്. എനിക്ക് വേണ്ട. അയ്യോ ഞങ്ങളെ അന്യരായിട്ട് കാണല്ലേ, കുട്ടി വാങ്ങിക്കൂ പ്ലീസ്. അതുകൊണ്ടല്ല ഞാൻ വാങ്ങാത്തത്. പിന്നെ അത് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അടുത്തുനിന്ന് ഞാൻ എങ്ങനെയാ കാശ് വാങ്ങുന്നത്? ആരെ കല്യാണം കഴിക്കണ ആരും? ഞാൻ ചേട്ടനെ. അപ്പൊ നിന്റെ ഉദ്ദേശം എന്താടി? കല്യാണം, അതും ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില്. ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തില. അതെ, നീ ആ പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. പള്ളിയിലൊന്നും പോവാൻ വയ്യ. പിന്നെ കേറി ശീലമില്ലാന്നേ. കേറി ശീലമുള്ള ഒരു സ്ഥലമുണ്ട്. എവിടെയാ അത്? പോലീസ് സ്റ്റേഷൻ. അവിടെ പോയി SIയോട് പറഞ്ഞോളാം. പോരെ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്യാണല്ലേ? അപ്പൊ നീ ബ്ലാക്ക് മെയിൽ ചെയ്തല്ലേ അടങ്ങൂ? ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. എടി, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഈ ലോകത്ത് വേറെ എന്തോരം ആമ്പിള്ളേരെ കിട്ടും. ഈ വേട്ടാളെ തന്നെ വേണം നിനക്ക് നിർബന്ധമുണ്ടോ? ചെറുപ്പനാണ് മോളെ. നീ വേണമെങ്കിൽ ഇവൻ നിനക്കൊരു ജീവൻ തരും. ഷിബു എന്നായി പറയുന്നേ? എവനെങ്കിലും ഒക്കെ കെട്ടി ജീവിതം തുടങ്ങാനാന്ന് എനിക്ക് എന്നേ ആവായിരുന്നു. പിന്നെ ഇവനെ പോലെ ഒരു കാട്ടുമക്കനെയൊക്കെ ആർക്ക് വേണം? ഇനി പുതിയൊരു ജീവിതം ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് റാണിയായിട്ടായിരിക്കും, മഹാറാണിയായിട്ട്. അതിനെനിക്ക് കാശ് വേണം. അതിന് നീ വിചാരിക്കുന്ന പോലെ ഇവൻ വലിയ മഹാരാജാവൊന്നും അല്ല. ഇവൻ മഹാരാജാവൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവൻ ചെറിയൊരു കോടീശ്വരനാ. ഞാൻ അന്വേഷിച്ചിരുന്നു. പിന്നെ കൂടെ കൊണ്ടു നടക്കാനാണെങ്കിൽ സുന്ദരനല്ലേ എന്റെ ചേട്ടൻ. വേറെ എവിടെ കിട്ടും എനിക്കിതുപോലത്തെ ഒരു ഭാഗ്യം? അവളുടെ ഒരു ഭാഗ്യം. എടിപുല്ലേ, നിനക്ക് അറിയില്ലേ മനുവിനെ? എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ഉറക്കിക്കെടുത്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്. അതിനെ വെറുതെ എണീപ്പിക്കരുതേ. ആ മൃഗത്തെ എനിക്കറിയാം. ഇനി അഥവാ അത് എഴുന്നേറ്റാലും അതിനെ ഉറക്കാനും അറിയാം. എടാ നീ അതിനിടയ്ക്ക് അതോളെ കാണിച്ച പിന്നെ അവള് പറഞ്ഞോ? അവള് ചുമ്മാ കള്ളം പറഞ്ഞടാ. എന്താ തന്ത്രം മെനയാണോ? അല്ല, ഞങ്ങളൊരു സുപ്രധാന കാര്യം ചർച്ച ചെയ്തതാ. എന്ത് ചർച്ച? അല്ല, നിങ്ങളിപ്പോ ഇവനെ കെട്ടിയാലും നിങ്ങൾ ആയിരിക്കുന്ന ഒരു ജീവിത സുഖം എന്തായാലും ഇവന് തരാൻ പറ്റില്ല. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നല്ലേ? ഓ അത് കുഴപ്പമില്ല. അതിനുള്ള പണിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യ്. അപ്പൊ ശരി, ഞാൻ വരട്ടെ. അല്ല ഇയാളെന്ത് പറയാൻ? ഇയാള് ഉരുട്ടി തിന്നോ? എന്താ തിരുമേനി, വല്ല പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പഴയതുപോലെ കൂവും ഷൂവും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോ അങ്ങനെയുള്ള മാമാർക്ക് കാണാൻ പറ്റും. കളി നടക്കട്ടെ. ജോത്സരെ, ആ പൊരുത്തുണ്ടോ നോക്കി. പൊരുത്തം ഉണ്ടോന്നോ? മഹാലക്ഷ്മിയല്ലേ വന്ന് കയറാൻ പോണേ. എല്ലാം നിങ്ങളുടെ മകന്റെ ഭാഗ്യമാണ്. ശരിയാ. നമ്മൾ തേടി നടന്നാൽ ചിലപ്പോ ഇതുപോലൊരു ജാതകം കിട്ടണമെന്നില്ല. അത്രയ്ക്ക് പൊരുത്തമുള്ള ഒരു ജാതകമല്ലേ. പിന്നെ ഈ കുട്ടിയുടെ ആഗമനത്തോടെ ഈ ഭവനത്തിൽ ധനത്തിന്റെ ഒരു ഒഴുക്ക് തന്നെയായിരിക്കും. അതായത് ഒരു നോട്ടെണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെക്കേണ്ടി വരും നായർക്കെന്ന് മനസ്സിലായോ? ശരിയാ, ഒരു മേശം കസരെടുത്ത് പുറത്തിട്ട് വരും. ഫോണൊരിക്കൽ കട്ടിലൂടെ വാങ്ങിച്ചെന്നാ. എന്താ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല, റിസർവ് ബാങ്ക് തുറക്കേണ്ട വരും. അതെ, എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം പറയാനിട്ടാ. എന്താണ്? ആ മെഷീന്റെ പണി ഞാൻ തന്നെ ചെയ്തോളാം. ശമ്പളം ഒന്നും വേണ്ട, തിന്നാൻ കുടിക്കാൻ എന്തെങ്കിലും തന്നാ മതി. മെഷീനാണെങ്കിൽ അതും കൊടുക്കണ്ടല്ലോ. എന്താണ്? അച്ഛാന്ന്. അപ്പോ നോക്കല്ലേ തിരുമേനി? നോക്കാന്നല്ല, നടത്താം. അപ്പൊ കല്യാണം എപ്പോ നടത്താം? ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ അങ്ങ് നടത്താം. എന്നാ പിന്നെ ജോത്സരെ, മുഹൂർത്തം കുറിച്ചോളൂ. ഇത് ഒട്ടും വെച്ച് താമസിപ്പിക്കണ്ട.
കണക്ക് തെറ്റില്ല. ഒന്ന് വെയിറ്റ് ചെയ്യ്. ചേട്ടാ ഇവിടെ കാർഡ് എടുക്കുമോ? ആ പണ്ടാറൊന്നും ഇവിടെ എടുക്കൂല. കടം പറയുന്നത് റെഡി ക്യാഷ്. കാർഡൊക്കെ എടുക്കും. എടുക്കോ? ആരാ പറഞ്ഞു കാർഡ് എടുക്കൂലെന്ന്? നീ വിഷമിക്കൊന്നും വേണ്ട. കുടിക്ക്. ഓ അയ്യോ, ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ആ. ഇതെല്ലാം പെണ്ണിന്റെ അമ്മായിമാരാ. ഉം. ഇത് ജാനു ചേച്ചി റിട്ടയർ ചെയ്തു. പിന്നെ ഇത് രമണി. നിന്റെ പേരനാടി? ശാന്ത. ശാന്ത. ഇവരിപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക. എവിടെ എവിടെ ജോലി? സഹകരണ സംഘത്തിലാ. ഓ ബാങ്കിലാണ്, ബാങ്കില്. അങ്ങനെയും പറയും. അപ്പൊ ഇനി ലോണിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണൂല. എപ്പോ ചെന്നാലും കിട്ടും. ഏത് ലോൺ വേണമെങ്കിലും ഈ ശാന്ത ശരിയാക്കി തരും. ഡിസ്കൗണ്ടും തരും. കുറഞ്ഞ് ചളവാക്കല്ലേ. അളിയാ, നമ്മുടെ തറവാറിന് ചേർന്ന ബന്ധാ. അതാണ് കാരണവർക്ക് അത് മനസ്സിലായി. അല്ല ഇതാരാ? അയ്യോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് പെണ്ണിന്റെ ഒരേ ഒരു അപ്പോ ആംഗിളാ. കല്യാണക്കാരി ഒന്ന് സംസാരിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ചത്. അതറിയാലോ. ആ അപ്പോ ജാതകമൊക്കെ ഞങ്ങൾ നോക്കി. 10 പൊരുത്തമുണ്ട്. ആവൂ. ഇനിയിപ്പോ നമുക്ക് വേറൊന്നും സംസാരിക്കാനില്ലല്ലോ. അല്ല, അതൊക്കെ അവിടെ തീരുമാനിക്കുന്ന പോലെ. ആ എന്നാ പിന്നെ എത്രാം തീയതി പറഞ്ഞേ? 5-ാം തീയതി. ആ 5-ാം തീയതി. ഈ വരുന്ന 5-ാം തീയതി നമുക്ക് ആ കല്യാണം നടത്താം.